കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്തായി നെടുമ്പായിക്കുളത്തു നിന്നും ആരംഭിക്കുന്ന ചീരങ്കാവ് ESI റോഡിൽ എല്ലായിടവും കുണ്ടും കുഴികളുമാണ്. ഈ സാഹചര്യത്തിലും നിരനിരയായി കാണുന്ന കുഴികളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലീക്കായി വെള്ളം കെട്ടിനിൽക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പത്തനംതിട്ട, പന്തളം, അടൂർ, അഞ്ചൽ, ചടയമംഗലം, വാളകം തുടങ്ങി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും അനേകം പേർ ദിനംപ്രതി എത്തുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രമുഖ റഫറൻസ് ESIയിലേക്ക് പോകുന്ന ആംബുലൻസ് അടക്കമുള്ള നിരവധി വാഹനങ്ങൾ, രോഗികൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ ഇവരെല്ലാം തന്നെ വളരെയേറെ ദുരിതത്തിലാണ്. പരാതിപ്പെടുമ്പോൾ ലീക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന കാരണമാണ് അധികൃതർ പറയുന്നത്. റോഡ് പണിക്കാർ വന്നതിന് ശേഷമാണ് ഈ സംഭവം. അവർ വന്ന് മാന്തിയപ്പോൾ ഇത് പൊട്ടിച്ചളഞ്ഞതാണ്. അപ്പോൾ അവരോട് പറഞ്ഞത് ശരിയാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞത് ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. ഇതിപ്പോൾ റോഡും വീട്ടുകാർക്കും എല്ലാവരും ബുദ്ധിമുട്ടായിട്ട് കിടക്കുക. ESI പോകുന്ന മെയിൻ റോഡാണിത്. ESIക്ക് പോകുന്ന മെയിൻ റോഡാണിത്. അപ്പോൾ അതിനൊരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. അതിന് എന്ന് വരുമെന്നും പറയാൻ ഒക്കുന്നില്ല. റോഡ് പണി എന്ന് നടക്കുമെന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞു കൂട്ടുകയാണ് ഇപ്പം. പൊടിയാണെങ്കിൽ സഹിക്കാൻ വയ്യാത്ത പൊടിയും. സ്കൂള് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിർവാഹമില്ല. 5-10 വണ്ടി ബസ്സാണ് ഇതിലെ സർവീസ്. അതൊരു വലിയ ദുരന്തമാണ്. പിന്നെ ലാറികളും, ESI പോകുന്ന ആംബുലൻസ്, അവിടെ പോകുന്ന വാഹനങ്ങൾ, പിന്നെ അട്ടയടിക്കുന്ന എല്ലാ വണ്ടികളും ഇതുവഴിയാണ് പോകുന്നത്. സ്കൂൾ വണ്ടിയാണ് കൂടുതൽ, രാവിലെയും വൈകിട്ടും. ചപ്പാത്തും അഗാധമായ കുഴിയും വെള്ളവും കെട്ടിനിൽക്കുന്നതിനാൽ ഇവിടെ കാൽ തട്ടി വീഴുന്നവരുടെ എണ്ണവും വാഹന അപകടവും നിരവധിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ്, പ്രായമുള്ളവരാണ്. ഞങ്ങൾക്ക് ഈ വഴി നടന്നു പോകാൻ പറ്റുന്നില്ല. 2 ആഴ്ച കൂടുതലായി. ഞങ്ങൾ കണ്ടിട്ട് 2 ആഴ്ച കൂടുതലായി. അതുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു വരണം. റോഡ് വേഗം തന്നെ ശരിയാക്കി തരണം. പൈപ്പ് പൊട്ടിയതാണോ എന്തോന്നും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് വഴി ശരി മഴയില്ല. പൈപ്പ് പൊട്ടിയതാ. അത് നോക്കാനും കാണാനും ഒന്നും ആരും ഇല്ല ഇവിടെ. പ്രദേശത്തുള്ള സ്കൂളുകളിലേക്ക് കാൽനടയായും മറ്റും പോകുന്ന വിദ്യാർത്ഥികൾ, സർക്കാർ, പ്രൈവറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാർ എന്നിവരെല്ലാം തന്നെ ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുകയാണ്. പലതവണ അധികാരികളോട് പരാതിപ്പെട്ടെങ്കിലും പരിഹാരമായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാൽ തട്ടി വീഴുന്നവരുടെയും ഇരുചക്രവാഹനക്കാരുടെയും അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.